എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. കൂലി സിനിമയുടെ ഒഫീഷ്യൽ ട്രailer എത്തിയിട്ടുണ്ട്. അതെ, ഒരു ചെറിയൊരു വാർണിംഗ് കൊടുക്കാനുണ്ട്. ആർക്കാന്നറിയോ? യൂട്യൂബിനാണ്. കുഴപ്പമില്ലേ, ആരും പേടിക്കണ്ടേ, ചത്തുപോവേ. കുറച്ചേരം കഴിയുമ്പോൾ യൂട്യൂബ് ചത്തുപോവേ, ഉറപ്പായിട്ടും. ഇനി യൂട്യൂബ് ഇവിടെ ഉണ്ടാവില്ല. എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ കണ്ടറിയാം. അതെ, എന്തായാലും ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് രജനീകാന്ത് നായകനാവുന്ന സിനിമയാണ് കൂലി. ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്ന സിനിമയാണ്. ആമിർ ഖാൻ, നാഗാർജുന, സൗബിൻ, ശ്രുതി ഹാസൻ, ഉപേന്ദ്ര, പൂജ ഹെഗ്ഡെയുടെ ഐറ്റം സോങ്, അങ്ങനെ സമൃദ്ധമാണ് അല്ലേ? ശരിക്കൊരു സദ്യ. എന്തായാലും എ സർട്ടിഫിക്കറ്റ് ആണ് സിനിമക്ക് കിട്ടിയിരിക്കുന്നത്. അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ആ സദ്യ എന്ന് പറഞ്ഞില്ലേ, എല്ലാ സാധനവും ഉണ്ട്, എല്ലാം ഉണ്ട്. നടുക്ക് കുറച്ച് സാമ്പാറിന് പകരം കുറച്ച് ചോര ഒഴിച്ചു, ചോരക്കളി ആയിരിക്കും കേട്ടോ, അപ്പൊ സന്തോഷാവും. അതെ, എന്തായാലും നമുക്ക് ഒഫീഷ്യൽ ട്രailer കാണാം. 3 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ റെഡി? കോപ്പിറൈറ്റ് എന്തായാലും കിട്ടുമായിരിക്കും, ഉറപ്പല്ലേ? ஒருத்தன் பிறந்த உடனே அவன் எவன் கையில சாகுனான்னு நெத்தில எழுதிருக்கணும்னு நினைக்கிறேன். ஒரு மனுஷன் இந்த உலகத்துல இந்த ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா it can be a disaster. எனக்கு என்னமோ இந்த நெட்வொர்க்கால மட்டும் அவனுக்கு தெரியலான மாதிரி அவனுக்கு உள்ளுக்குள்ள வேற ஏதோ ஒன்று பெருசா பண்ணிட்டானுங்க சார். இங்க இருக்கிற 14,400 பேர்ல எனக்கு தேவை அந்த ஒரு குழி, அந்த ஒத்த குழி. എതിരാളിയാണ്. ஒரு இடம் விடாம தோட்டம் இறக்குடா. 10 வருஷம் வந்துட்டு செலறணும். തമിഴല്ലേ? 30 வருஷமா ஒருத்தன் ஆஃப்லைன்லயே வச்சிருக்கேன். அவனுக்கு தெரிஞ்சது വേറെ பார்த்த மாதிரி இருக்கு. ഇയാൾ തകർക്കൂട്ടോ നാഗാർജുന. കുറച്ച് പഴയതാണല്ലോ അല്ലേ? എല്ലാരും വന്നല്ലോ. എല്ലാരും വന്നു. யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். വലിയ ബിൽഡിങ്ങില് എല്ലാരും തകർത്ത്. தெரிஞ்சிருந்தோ என்கிட்டயே விளையாடுறது. അത് പൊളിച്ചിട്ടോ. ഒരു വെറൈറ്റി സാധനം. നെഗറ്റീവിലേക്ക് വന്നപ്പോഴത്തേക്ക് പണ്ട് നമ്മുടെ ഇതെടുക്കൂലേ, നെഗറ്റീവ് എടുക്കൂലേ, അത് ഭാഷയിൽ അതേ ലുക്കാണ്. ആ സാധനമാണ് ഭാഷയിലെ ലുക്കല്ലേ, ആ ഭാഷയിലെ പഴയ ആ താടി ഇല്ലാത്തൊരു. അതന്നെ, താടി ഇല്ലാത്ത സംഭവം. എന്റെ മോനെ വെറൈറ്റി സാധനം കേട്ടോ. എനിക്ക് എന്തെങ്കിലും പിടി കിട്ടിയോ? ഒരു പിടി കിട്ടിയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സത്യമായിട്ടും ഇത് ഒരു പിടുത്തം തന്നിട്ടില്ല. ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ സിനിമേന്റെ എന്തായിരിക്കും എന്നുള്ള ഒരു സാധനം. അതായത്
ഒരു ട്രെയിലർ തുടങ്ങിയിട്ട് അത് അവസാനം ആകുമ്പോഴത്തെ ഏകദേശം ഒരു കഥ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു പിക്ചർ നമുക്ക് കിട്ടുമല്ലോ. ഇത് അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നില്ല. അതായത് നമ്മുടെ ശ്രുതിഹാസൻ ചെയ്യുന്ന കഥാപാത്രല്ലേ, ആളുടെ അപ്പനായിട്ടാണ് സത്യരാജൻ തോന്നുന്നു. ആൾക്ക് എന്താ സംഭവിക്കുന്നു, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കൂലി, അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അറിഞ്ഞൂടാ, അത് ഓരോരുത്തർക്കും ഓരോ ഫീൽ ആയിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, നാഗാർജുന തകർക്കും. നാഗാർജുന സൗബിൻ കിട്ടിലെ റോളാണെന്നാണ് തോന്നുന്നത്. അപ്പം ആ ആൾക്ക് കുറച്ച് ഉയരക്കുറവുണ്ടല്ലോ രജനീകാന്തിനെ വെച്ച് നോക്കുന്നുണ്ട്. എന്താ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നാഗാർജുന തകർക്കും, സൗബിൻ തകർക്കും, ഉപ്പി തകർക്കും. ഉപ്പിന്റെ കുറച്ച് പഴയതാണ്. അതെനിക്ക് തോന്നുന്നു ആ ഒരു സെറ്റപ്പ് കാണിക്കുന്നതാണ് പഴയ കാലഘട്ടത്തിന്റെ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. പിന്നെ ആമിർ ഖാൻ നിന്ന സമയത്തുള്ള അതെ ആ ഒരു ലുക്കാണ്. പിന്നെ ആമിർ ഖാൻ തകർക്കും, ലുക്കിലെ. പിന്നെ തലൈവറും തകർക്കും. പിന്നെ ആരവിടെ തകർക്കാൻ ബാക്കിയുള്ളത്? എല്ലാരും ലോകേഷും തകർക്കും. നോ ഡൗട്ട്. അനിരുദ്ധ് തകർത്തിരിക്കുന്നു. അല്ല, എവിടെയെങ്കിലും മറ്റേ എൽസിയുടെ കണക്ഷനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ, ഒരു സാധനം വന്നിട്ടില്ലല്ലോ. ഒന്നും ഉണ്ടാതിരുന്നാ മതി. എന്തായാലും അതാണ്, ഒന്നും ഉണ്ടാതിരിക്കണം. എന്തായാലും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ട്രailer കട്ട്സ് ആണ് സത്യം. പിന്നെ വെറൈറ്റി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു BGM-ഓ അല്ലെങ്കിൽ സോങ്ങോ അല്ല അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കിട്ടൂല, നോക്കിക്കോ. അതിന് മുമ്പുള്ള എല്ലാ ട്രാക്കും പുറത്തു വിട്ടിട്ടുണ്ട്. അത് വിട്ടോട്ടെ, പക്ഷെ ഇത് കിട്ടൂല. നോക്കാം എന്തല്ലേ. അതായത് എനിക്ക് ഞാൻ ഫുള്ള് വൈബിലാ. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുന്ന വമ്പൻ സംഭവം എന്നുള്ള രീതിയിൽ ഒരു സാധനം തോന്നിയിട്ടില്ല. കുറവുള്ള പോലെ ഫീലും ചെയ്യുന്നു. എടാ, അതാ ഞാൻ പറഞ്ഞത്, ഒരു സാധനം ഇവര് പുറത്ത് വിടാതെ ഉള്ള സാധനല്ലേ അങ്ങനത്തെ കട്ടിങ്സ് ആയി വന്നിട്ടുള്ളത്. ഇത് സിനിമയില് കണ്ട്, അതായത് പറഞ്ഞ ആക്ഷൻ സീൻസ് എവിടെയെങ്കിലും ഇത് കണ്ടോ? ഇപ്പോ രജനീകാന്തിന്റെ ഒരു മിനിറ്റ്, സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള എന്തെങ്കിലും സാധനം ഈ ട്രെയിലറിൽ കണ്ടോ? അതില്ല. അത് സിനിമയില് അതെന്നെ പറഞ്ഞോളൂ, സിനിമയിൽ ഉണ്ടാവുന്ന കേടല സാധനങ്ങള്. നമ്മളിപ്പോ ട്രെയിലറിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ജയിലർ സിനിമയുടെ ട്രെയിലർ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇത് തരുന്നൊരു സംഭവം ഇപ്പൊ രജനീകാന്തിന്റെ വെച്ച് പറയാണ്. അതിന് കിട്ടിയൊരു സാധനമുണ്ട്. ഇതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ജയിലർ 2-ന്റെ. അതുപോലെ ഇതിന് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ പറഞ്ഞത്, വൈബ് ഇല്ലാത്തൊരു സാധനം. അത് ഒരു ട്രാക്ക് പിടിച്ചേക്കുന്ന തന്നെയാണ് അത് അവര്. അതെ, ഒന്നത്. പിന്നെ ഇനി ലോകേഷിന്റെ ലിയോ, ഇതിന് മുൻപുള്ള ലിയോ ആണല്ലോ, ലിയോ ട്രെയിലറൊക്കെ അതൊരു സത്യമാണ്. അതുകൊണ്ടാണല്ലോ ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്. അതെ അതെ അതെ. ഇതിൽ എനിക്ക് തോന്നുന്നത്, അതായത് ഇവർക്കൊക്കെ അത്രയും സ്പേസിന് കൊടുത്തപ്പോഴേ എന്തൊക്കെയോ ചില സംഭവങ്ങൾ മിസ്സായ പോലെ അല്ലേ. അത് എല്ലാരെയും കാണിക്കണം, ഈ ഇവരെല്ലാരും ഉണ്ടെന്നുള്ളത് അറിയിക്കണം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് സത്യം കേട്ടോ. എല്ലാരും വരുന്നുണ്ട്, എല്ലാരും വന്നു, ആരും മിസ്സായിട്ടില്ല എന്നാണ്. ഇല്ല, ആരും മിസ്സായിട്ടില്ല എന്തായാലും. പക്ഷെ ആമിർ ഖാന്റെ ഒന്നും അങ്ങനെ കാണിക്കരുതായിരുന്നു. അത് ശരിക്കും അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. അത്രേ ഉള്ളൂ. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ അത് ശരിയായ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ശരിക്കും അതിനേക്കാൾ കൂടുതലൊന്നും ആൾക്ക് ഉണ്ടാവില്ല. അത് കണ്ടു കഴിഞ്ഞു, ആ ലുക്ക്, അവിടെ ആ ലൊക്കേഷൻ, എന്ത്, ആരോട്, എന്താള് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വ്യക്തമായി കണ്ടു കഴിഞ്ഞു. ആരോടെന്നുള്ള കാണിക്കുന്നില്ലല്ലോ. അതായത് ടീമിന് കാണിച്ചു കഴിഞ്ഞല്ലോ, ആളുടെ വെപ്പൺസും ആൾ എന്ത് ചെയ്യുന്നു ഒക്കെ അതിൽ വന്ന് എന്താണെങ്കിലും നിരാശയാണത് ശരിക്കും. അതൊക്കെ നമ്മൾ തിയേറ്ററിൽ കാണേണ്ടതായിരുന്നു. ഇപ്പോൾ റോളക്സിന്റെ ഇത്ര 5 മിനിറ്റ് 6 മിനിറ്റ് ഉള്ളൂ. 6 മിനിറ്റ് സംഭവം കുറച്ചെങ്കിലും ഇതിന്റെ മുൻപ് ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ എന്താവും? അല്ല, അതെന്തായാലും ഇത് മനഃപൂർവ്വം ഓൾറെഡി ഇവര് പറഞ്ഞും കഴിഞ്ഞ സാധനമല്ലേ. മറ്റത് സൂര്യ ഉണ്ടെന്ന പോലെ ആരെങ്കിലും അറിഞ്ഞോ? അത് അങ്ങനത്തെ സീക്രട്ട് ആയിട്ട് കൊണ്ടുപോയ സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ ആമിർ ഖാൻ തന്നെ വന്നിരുന്നുണ്ട്, എനിക്ക് 10 മിനിറ്റ് ഉണ്ട്, ഞാൻ സിനിമയിൽ ഇന്ന സമയത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ സാധനമാണ്. പിന്നെ ഇപ്പൊ അതിനകത്ത് അതെ, പിന്നെ ഇപ്പൊ അതിനകത്ത് അത് ഒളിച്ചു വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ സീനൊക്കെ അതുപോലെ കുറച്ച് കൂടുതൽ കാണിക്കാൻ ഇത്രയും ആ ഒരു ഫയർ ചെയ്യണ സാധനം കാണിച്ചപ്പോ ഒരു ചെറിയ ഇത് വന്നിട്ടുണ്ട്. സൗബിന്റെ കാര്യത്തില് ഭയങ്കര സന്തോഷം കിട്ടി. അതെ, നമ്മൾ പേടിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, അതായത് ഏതെങ്കിലും സമയത്ത് ഒതുങ്ങുമോ, ആ സോങ്ങും കഴിഞ്ഞൊക്കെ അങ്ങ് തീരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ലോകേഷ് പറഞ്ഞതുപോലെ തന്നെ 6 മാസത്തിന്റെ സമയം എടുത്തിട്ടാണ് ആ സാധനം അതിനകത്ത് അറിയാനുണ്ട് കേട്ടോ. അതിന് വെച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ആലോചിച്ചു, ഈ ട്രെയിലറിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ കാണിച്ചിട്ടുള്ള പോലും സൗബിന്റെ റോളിന് ഭയങ്കര പ്രാധാന്യം. പിന്നെ നാഗാർജുന്റെ ക്യാരക്ടർ ഗംഭീര സാധനം. പിന്നെ തലൈവർക്കൊക്കെ എന്തോ ഒരു ഇത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. പിടിച്ചു വെച്ചത് തന്നെയാടാ, അത് വരും, ഒരു പേടിയും പേടിക്കണ്ട, സാധനം ഭീകരമായിരിക്കും. അതിനുള്ള മുതലൊക്കെ എന്തായാലും ഉണ്ട്.
അത് ഈ ഇതിലിപ്പോ എനിക്ക് ഭയങ്കര ഓരോ ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോ റിയാക്ഷനിൽ നമുക്കിങ്ങനെ ഓരോരുത്തരെ കാണുമ്പോ കിട്ടുന്ന ത്രില്ലുണ്ട്. അതല്ലാതെ ഈ സാധനത്തെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ തരുന്നില്ലാന്ന്. നമുക്ക് സാധാരണ ഇപ്പൊ കിങ്ഡം ട്രെയിലർ നമ്മൾ കണ്ടു, അതിനകത്ത് നമുക്ക് ആ കഥേന്റെ ഒരു ഏകദേശം ഒരു ധാരണ വരുന്നുണ്ടായിരുന്നു ആ ട്രെയിലർ തീരുമ്പോ. ഇത് നമുക്ക് അങ്ങനത്തെ ഒരു സാധനം തന്നെ കിട്ടുന്നില്ല. എനിക്കതിലാ മറ്റേ ഒരു കൂലിയെ വേണമെന്ന് പറയുന്ന സാധനം, അതൊക്കെ എനിക്ക് നമ്മുടെ എന്തിരൻ സീനൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എന്തിരനില് റോബോന്റെ ഇതില് ഒരു നമ്മുടെ വാസികൾ എന്നിട്ട് തല കറക്കാനൊക്കെ പറയില്ലേ, ആ കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു സീനൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒക്കെ അപ്പുറമായിരിക്കും, റേഞ്ച് വേറെ ആയിരിക്കും. ഒരു പേടിയും പേടിക്കണ്ട, ചെറിയ പേടിയുണ്ട്, ഒരു പേടിയും വേണ്ട, നോക്കാം, തകർക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ. അതുണ്ട്, എനിക്കുണ്ട്. ഞാൻ ഫുള്ള് ഒരു പവറിലാ നിക്കുന്നത്, പൊളിക്കും. ആമിർ ഖാൻ നന്നായാ മതി. ഇപ്പൊ അങ്ങനെ പക്ഷെ അത് കാണിക്കരുതായിരുന്നു.